ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതൊരു മക്രോണി പാസ്തയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വെരി സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇതിൽ അധികം എരിവും കാര്യങ്ങളൊന്നുമില്ല, അത്യാവശ്യം എരിവ് മാത്രം തന്നെയുള്ളൂ. കുട്ടികൾ ഇഷ്ടത്തോടു കൂടി കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാൻ എടുത്ത് ചൂടാക്കുക. പാന് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാനൊരു 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. സൺഫ്ലവർ ഓയിൽ ചൂടായി വന്നതിന് ശേഷം ഒരു മീഡിയം സൈസ് സവോള ഇതുപോലെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. സവോള ചേർക്കുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ നമ്മുടെ സവോള വേഗം തന്നെ വാടിക്കിട്ടും. സവോള വാടി വന്നതിന് ശേഷം ഞാൻ അതിലേക്ക് പച്ചക്കറിയായ ക്യാരറ്റ് ഒരു 1/4 കപ്പ്, അതേപോലെ ബീൻസ് ഒരു 1/4 കപ്പ്. ഇത് രണ്ടും കൂടി വേവ് കുറച്ച് കൂടുതലുള്ളത് കൊണ്ട് അത് രണ്ടും കൂടി ഒരുമിച്ച് ചേർത്ത് കൊടുത്തിട്ട് സവോളയോട് ഒപ്പം തന്നെ നല്ലപോലെ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ട്. 1 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെയുള്ള ആ ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഞാൻ അടുത്ത വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സവോളയൊക്കെ നല്ലപോലെ വാടി വെന്ത് വന്നിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ അതിലേക്ക് മുട്ടക്കോസ് ഒരു 1/2 കപ്പ് മുട്ടക്കോസ് ഇതുപോലെ അരിഞ്ഞത് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടക്കോസും ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ മുട്ടക്കോസും കൂടി ഒന്ന് വേവിച്ചെടുക്കുക. ആ എണ്ണയിൽ തന്നെ വേവിച്ചെടുക്കുമ്പോൾ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മുട്ടക്കോസ്, പച്ചക്കറികൾ, ക്യാരറ്റ്, ബീൻസ്, മുട്ടക്കോസ് എല്ലാം കൂടി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതുപോലൊരു സെൻറ്റർ പോർഷൻ ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുക. അതിന് ശേഷം എല്ലാം ഒന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഇഞ്ചി പേസ്റ്റിൻ്റെ ഒന്ന് പച്ച മണം ഒന്ന് മാറിക്കിട്ടും. എന്നിട്ട് നമുക്കിതെല്ലാം കൂടി മിക്സാക്കി എടുക്കാം. ഇതെല്ലാം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിൻ്റെ മുമ്പായിട്ട് തക്കാളി, ഒരു മീഡിയം സൈസ് തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വാട്ടിയെടുക്കണം. വാട്ടിയെടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് തക്കാളി കുക്കാവണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട്, കുഴഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പൊടികളായിട്ട് ഞാനിവിടെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഞാൻ 1/2 ടേബിൾ സ്പൂൺ എടുത്തത്. അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. കുരുമുളക് പൊടി കുട്ടികൾക്ക് നല്ലതാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് പച്ചമണം ഒന്ന് മാറി കിട്ടുന്ന വരെ ഇളക്കി കൊടുക്കുക. അതിന് ശേഷം മക്രോണി പാസ്ത ഞാനിതുപോലെ തിളയ്ക്കുന്ന വെള്ളത്തിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലും ചേർത്തിട്ട് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്രോണി അതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കണം. മിക്സായി എടുത്തതിന് ശേഷം 2 കോഴിമുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കുക. ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് 1 മിനിറ്റ് അടച്ച് വെക്കുക. അടച്ച് വെച്ചതിന് ശേഷം 1 മിനിറ്റിന് ശേഷം നമ്മൾ അതിനെ നല്ലപോലെ മിക്സാക്കി കൊടുക്കണം. അപ്പോൾ നമ്മുടെ മുട്ടയൊക്കെ അതിലേക്ക് നല്ലപോലെ പിടിച്ച് കിട്ടിയിട്ടുണ്ടാകും. എല്ലാ മക്രോണി പാസ്തയിലേക്കും ഒരുപോലെ മുട്ട പിടിച്ച് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെയ്തത്. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കണം. ഇനി ലാസ്റ്റായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ടൊമാറ്റോ സോസാണ്. ഞാനിതിവിടെ വീട്ടിലുണ്ടാക്കിയ ടൊമാറ്റോ സോസാണ്. അത് ഏകദേശം 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ മക്രോണി പാസ്തയ്ക്ക് ഒരു ടാങ്കിനെസ് ടേസ്റ്റ് ഉണ്ടാകും. ഉപ്പും മുളകും എരിവും പുളിപ്പും ഉള്ളൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ കുട്ടികൾക്ക്
ഒരുപാട് ഇഷ്ടമാകും ഈ മക്രോണി പാസ്ത. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം തീ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം ഗാർണിഷ് ചെയ്യുക, മല്ലിയില കൊണ്ട് ഗാർണിഷ് ചെയ്യുക. അപ്പോൾ മസ്റ്റായിട്ട് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.